മർഹബ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് റഹ്മാൻസ് അക്യുപഞ്ചർ സെന്ററിലാണ്. ഒരു മരുന്നും ഇല്ലാതെ എല്ലാ രോഗങ്ങളും മാറ്റിയെടുക്കുമെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. നമുക്കത് ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഹലോ സാർ. യെസ്. ഇവിടെ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ പ്യൂർലി അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റ് ആണ്. ഒരു ചൈനീസ് ചികിത്സയുടെ ഭാഗമായിട്ടുള്ള അക്യുപങ്ക്ചറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, മരുന്നില്ലാത്തൊരു ചികിത്സാ രീതിയാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിലവിലുള്ള, കേരളത്തിലൊക്കെ വളരെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അക്യുപങ്ക്ചറിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാണ് ഇലക്ട്രോ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന മെത്തേഡുണ്ട്. അപ്പോൾ നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ വേദനകളൊക്കെ കുറക്കുന്നതിൻ്റെ കൂടെ ഇലക്ട്രോ സ്റ്റിമുലേറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് പെയിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വേദന കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു മെത്തേഡാണ്. പിന്നെ നമുക്കുള്ളൊരു മെത്തേഡാണ് കപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ രണ്ട് രീതിയിലുള്ള കപ്പിംഗ് ഉണ്ട്. ഒന്ന് ഹിജാമ എന്ന് പറയുന്ന വെറ്റ് കപ്പിംഗ് മെത്തേഡ് ഉണ്ട്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള കപ്പുകൾ വെച്ചിട്ട് തന്നെ ഈ മസിൽ റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ലൊരു മെത്തേഡാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അത് ചൂടുകാലത്തൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ കപ്പിംഗ് മെത്തേഡ് എന്നുള്ളത്. ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ നിങ്ങളിപ്പോൾ ഈ ഒരു അക്യുപഞ്ചറിൻ്റെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതല്ലാതെ വേറെ എന്തെല്ലാമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അക്യുപങ്ക്ചറിൻ്റെ കൂടെ ആയുർവേദം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ കെയറിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ വെൽനസ് ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്യുന്നുണ്ട്. വെൽനസ്സിൽ നമ്മൾ ചെയ്യുന്നത് അക്യുപങ്ക്ചർ, അതായത് ചൈനീസ് ട്രീറ്റ്മെന്റുകളും ആയുർവേദം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് ചെയ്യുന്നത്. അങ്ങനെ റഹ്മാൻസ് വെൽനസ് സെന്ററിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതൊന്ന് നോക്കുകയാണ്, എന്തൊരു രസം, അടിപൊളി ആംബിയൻസിലാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്നാറ്റിൽ നിങ്ങൾ എന്തെല്ലാം ഓഫറുകളാണ് കൊടുക്കുന്നത്? പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്കുള്ള ട്രീറ്റ്മെന്റാണ്. ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതായത് അവർക്ക് അഭ്യംഗം, കിഴികളാണെങ്കിൽ തന്നെ നമ്മൾ 3 തരം കിഴികൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റീം ബാത്ത്, പിന്നെ ഫേസ് പാക്ക്. നമുക്കറിയാലോ, ഈ പ്രഗ്നൻസിയിലൊക്കെ ഒരുപാട് ഡിസ്കളറേഷനും പിഗ്മെന്റേഷനും ഒക്കെ വരും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ സ്റ്റീം ബാത്ത്, പിന്നെ ശിരോധാര, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത്? 8 നേരത്തെ ഫുഡാണ് നമ്മൾ മദറിന് കൊടുക്കുന്നത്. പിന്നെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർക്കാണെങ്കിൽ നമ്മൾ 3 നേരത്തെ ഫുഡുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 8 നേരത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡാണ്. എല്ലാ ദിവസവും ഒരേ ഫുഡല്ല, വെറൈറ്റി ഫുഡുകളായിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നോൺ വെജ് എല്ലാ ദിവസവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നോൺ വെജ് ഇല്ലാണ്ട് ശരിക്കും ഫുഡ് കഴിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കണ്ടങ്ങൾ ഇതുപോലെ തന്നെയുള്ള വൈബുള്ള സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണോ, ഇന്ന റഹ്മാൻസിക്ക് പോകുന്നു. അപ്പോൾ ഈ റഹ്മാൻസിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാട് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോരുമ്പോൾ ഒറവാമ്പുറം പാലം കഴിഞ്ഞ ഉടനെയാണ് റഹ്മാൻസ് വരുന്നത്. നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തൃപ്തി വരുന്ന ഒരു സ്ഥലമാണ് റഹ്മാൻസ്. അപ്പോൾ എല്ലാവരും റിലാക്സ് ആവാൻ വേണ്ടി റഹ്മാൻസിലേക്ക് പോന്നോളൂ.